Hello students, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1.7 സെക്ഷൻ ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ്. ഒരു ഗ്രാഫിനെ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഈ ഒരു മെട്രിക്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് വെർട്ടെക്സ് സെറ്റ് തന്നു, എഡ്ജ് സെറ്റ് തന്നു, ഏതൊക്കെ വെർട്ടെക്സുകൾ തമ്മിലാണ് അഡ്ജസൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് മെട്രിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള മെട്രിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് അഡ്ജസൻസി മെട്രിക്സും ഇൻസിഡൻസ് മെട്രിക്സും. അതിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് അഡ്ജസൻസി മെട്രിക്സ് മാത്രമേ ഉള്ളൂ, ഇൻസിഡൻസ് മെട്രിക്സ് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം അവർ കൊടുത്തിരിക്കുന്നത് അഡ്ജസൻസ് മെട്രിക്സിൻ്റെ ഡെഫിനേഷനാണ്. ഡെഫിനേഷൻ നോക്കാം. Let G be a graph with n vertices listed as v1, v2, etc. vn. The adjacency matrix of G with respect to this particular listing of the n vertices of G is the n by n matrix A of G equal to Aij, where the ijth entry Aij is the number of edges joining the vertex vi to the vertex vj. എന്താ ഇവിടെ പറയുന്നത്? എ ഓഫ് ജി എന്ന് പറയുന്നതാണ് നമ്മുടെ അഡ്ജസൻസി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം മെട്രിക്സിൻ്റെ ഫസ്റ്റ് എൻട്രി A11, സെക്കൻഡ് എൻട്രി അതായത് ഫസ്റ്റ് റോയിലത്തെ എലമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് A11, A12, A13 എക്സെട്ര. n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, n വെർട്ടിസസ് ഇവിടെ ഉണ്ടെങ്കിൽ എത്ര വരും? ഫസ്റ്റ് റോയിൽ n എലമെൻറ്റ്സ് ആണ് വരിക, n എൻട്രീസ് ആണ് വരുന്നത്. A1n വരെ ഉണ്ടായിരിക്കും. അതുപോലെ താഴേക്കും A21, A22, A23 എക്സെട്ര A2n. ഏറ്റവും ലാസ്റ്റ് റോ ആകുമ്പോൾ AN1, AN2 എക്സെട്ര ANN. ഓക്കെ, ഇനി ഈ മെട്രിക്സിൽ ഓരോ എൻട്രീസും എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്? A11 എന്ന് പറയുന്ന എൻട്രി നമ്മൾ കൺസിഡർ ചെയ്യാം. A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതേണ്ട നമ്പർ എന്താണ്? V1 എന്ന് പറയുന്ന വെർട്ടെക്സ് കൺസിഡർ ചെയ്യാം. V1ൽ നിന്ന് V1ലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ട്? അതായത് അവിടെ എന്താ ശരിക്കും എഴുതേണ്ടി വരാം? V1 എന്ന് പറയുന്ന വെർട്ടെക്സിന് ലൂപ്പ് എത്ര എണ്ണം ഉണ്ടോ ആ ലൂപ്സിൻ്റെ എണ്ണമാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി ആയിട്ട് A11 എന്ന് പറയുന്ന എൻട്രി ആയിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത് A12. A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് V2 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ട്? ആ നമ്പർ ഓഫ് എഡ്ജസ് ആണ് A12 എന്ന് പറയുന്നതായിട്ട് നമ്മൾ എഴുതേണ്ടത്. A13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 വെർട്ടെക്സിൽ നിന്ന് V3 വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ട്? അങ്ങനെ നമ്മൾ IJ ഇൻ ജനറൽ AIJ എടുക്കുകയാണെങ്കിൽ VI എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് VJ എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ടോ അത്രയും ആ നമ്പർ ഓഫ് എഡ്ജസ് ആണ് നമ്മൾ AIJ എന്ന് പറയുന്ന എൻട്രി ആയിട്ട് എഴുതേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഈ അഡ്ജസൻസി മെട്രിക്സ് എഴുതുന്നത്. അപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫും അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. അപ്പോൾ ഗ്രാഫ് G തന്നിട്ടുണ്ട്. വെർട്ടെക്സ് സെറ്റ് V1, V2, V3, V4 ആണ്. എഡ്ജസ് E1, E2, E3, E4, E5, E6. അതിൻ്റെ മെട്രിക്സ് കറസ്പോണ്ടിങ് മെട്രിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് എൻട്രി A11, V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് V1 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ട്? ഗ്രാഫിൽ നോക്കാം. V1 എന്ന് പറയുന്ന വെർട്ടെക്സിന് ഒരു ലൂപ്പ് ഉണ്ട്. അപ്പോൾ എത്ര എഡ്ജസ് അവിടെ പോകുന്നുണ്ട്? ഒരു എഡ്ജ് അവിടെ V1 നിന്ന് V1ലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ A11 എന്ന് പറയുന്ന എൻട്രി എന്തായി മാറി? 1 ആയിട്ട് മാറി. ഇനി ആ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് A12. A12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ എഴുതേണ്ടത്? V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് V2 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ട്? നോക്കാം. V1 നിന്ന് V2ലേക്ക് എത്ര എഡ്ജ് പോകുന്നുണ്ട്? E2 എന്ന് പറയുന്ന ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ A12 എന്ന് പറയുന്നത് 1 ആയി. ഇനി തേർഡ് എലമെൻറ്റ് നോക്കിയാൽ A13. V1ൽ നിന്ന് V3യിലേക്ക് ഏതെങ്കിലും എഡ്ജസ് പോകുന്നുണ്ടോ? ഒരു എഡ്ജും പോകുന്നില്ല. സോ ആ എൻട്രി എന്തായി മാറി? 0 ആയി മാറി. ദെൻ ഫോർത്ത് എൻട്രി എന്താണ്? A14. V1ൽ നിന്ന് V4ലേക്ക് എന്തെങ്കിലും എഡ്ജ് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ എൻട്രി തന്നെയായി മാറി? 0 ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് റോ കൺസിഡർ ചെയ്യാം. A21. അതായത് V2 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് V1 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ട്?
ഒരു എഡ്ജാണ് പോകുന്നത്, അത് E2 ആണ്. സോ A21 എന്ന് പറയുന്ന എൻട്രി എന്തായി മാറി? 1 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ എൻട്രീസും ഇതുപോലെ ഫില്ല് ചെയ്ത് വരാം. അങ്ങനെയാണ് അഡ്ജസൻസി മെട്രിക്സ് ചെയ്തത്. ബാക്കിയുള്ള എൻട്രീസ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം കേട്ടോ. ഇനി താഴെ എന്താ പറയുന്നത്? നോട്ട് ദാറ്റ് ഇൻ A of G we have Aij ഈക്വൽ ടു AJI. അതായത് നമ്മൾ Aij എന്ന് പറയുന്നത് എന്താണ്? V1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് Vi എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് Vj എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് എത്ര എഡ്ജസ് പോകുന്നുണ്ട്, അത് തന്നെയാണല്ലോ Vj എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് Vi എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് പോകുന്ന നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ Aijയും AJIയും എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മെട്രിക്സ്, അഡ്ജസൻസി മെട്രിക്സ് എപ്പോഴും എന്തായിരിക്കും? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതാണ് അവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നത് അവിടെ, ഇപ്പോൾ ഒരു ഗ്രാഫിൽ ലൂപ്പുകളൊന്നുമില്ല എങ്കിൽ ആ ഡയഗണൽ എൻട്രീസ് എല്ലാതും എന്തായി മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് മുകളിൽ വന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. അതിൽ V1 എന്ന് പറയുന്ന വെർട്ടെക്സിന് ലൂപ്പ് ഉണ്ട് അല്ലേ? ലൂപ്പ് ഉണ്ടെങ്കിൽ ആ എൻട്രി എന്തായി മാറും? 1 ആയിട്ട് മാറും. ബാക്കി V2ന് ലൂപ്പില്ല, V3ക്ക് ലൂപ്പില്ല, V4 എന്ന് പറയുന്ന വെർട്ടെക്സിന് ലൂപ്പില്ല. സോ എന്തായി മാറി അവിടെ? A22, A33, A44 ഈ 3 എൻട്രീസ് എന്തായി മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ ലൂപ്പൊന്നുമില്ലാത്ത ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സ് എഴുതുമ്പോൾ ആ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് എല്ലാതും എന്തായിരിക്കും? 0 ആയിരിക്കും. ഏതെങ്കിലും വെർട്ടെക്സിന് ലൂപ്പ് ഉണ്ടെങ്കിൽ ആ വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി എന്തായി മാറും? അവിടെ 1 ആയിട്ട് വരും. ഓക്കെ, ഇനി ഒരു ഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൽ പാരലൽ എഡ്ജസ് ഒന്നുമില്ല എങ്കിൽ ആ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന അഡ്ജസൻസി മെട്രിക്സിൻ്റെ എല്ലാ എൻട്രീസും എന്തായി മാറും? ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. 2 എപ്പോഴാണ് വരുന്നത്? Vi എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് Vj എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് 2 എഡ്ജസ് പോകുന്നു. 2 എഡ്ജസ് പോവുകയാണെങ്കിൽ ആ 2 എഡ്ജസ് എന്തായി മാറിയേനെ? പാരലൽ എഡ്ജസ് ആയി മാറിയേനെ. ഇപ്പോൾ നമ്മൾ പറയുന്നത് പാരലൽ എഡ്ജസ് ഒന്നും ഇല്ലാത്തൊരു ഗ്രാഫാണ് എടുക്കുന്നതെങ്കിൽ ആ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സ് എഴുതുമ്പോൾ ആ മെട്രിക്സിലെ എല്ലാ എൻട്രീസും ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, ഒന്നില്ലെങ്കിൽ 1 ആയിരിക്കും. നമുക്കിവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമുക്കിവിടെ തൊട്ട് മുകളിൽ കാണിച്ച ഫിഗർ 1.43 ഗ്രാഫിൽ ഒരു പാരലൽ എഡ്ജസ് വരുന്നുണ്ട്. അവിടെ E5ഉം E6ഉം പാരലാണ്. അതുകൊണ്ട് A34ഉം A43 എന്ന് പറയുന്ന എൻട്രീസ്, ആ മെട്രിക്സിലെ A34ഉം A43 എന്ന് പറയുന്ന എൻട്രീസ് എന്തായി മാറി? 2 ആയിട്ട് മാറി. അങ്ങനെ ഒരു പാരലൽ എഡ്ജസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായി മാറിയാണ്? ആ എൻട്രീസ് 1 ആയി മാറിയാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് താഴെ അവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അഡ്ജസൻസി മെട്രിക്സ് തരുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തിരിച്ചും ഒരു ഗ്രാഫ് തരാണെങ്കിൽ അതിൽ നിന്ന് അഡ്ജസൻസി മെട്രിക്സ് നമുക്ക് എഴുതാനും പറ്റും. ഇനി അടുത്തത് അഡ്ജസൻസി മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ എൻട്രി എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ തൊട്ട് മുകളിൽ 1.44 എന്ന് പറയുന്ന ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് സ്ക്വയർ ചെയ്തിട്ടാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ സ്ക്വയർ ചെയ്തിരിക്കുന്ന മെട്രിക്സിന് ഞാൻ Bij എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ B11 എന്ന് പറയുന്ന എൻട്രി എന്താണ്? 6 ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. A² ഈക്വൽ ടു 621 242 121. അതിൽ B11 എന്ന് പറയുന്ന എൻട്രി 6 ആണ്. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതാണ്. ഇപ്പോൾ നമുക്കിവിടെ B11 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് 1 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് തന്നെ 6 2 ലെങ്ത് ഉള്ള വാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1ൽ നിന്ന് 1ലേക്ക് 2 ലെങ്ത് വരുന്ന 6 വാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണ് അവർ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. 1 E11 E11
1ൽ നിന്ന് E1 എന്ന് പറയുന്ന എഡ്ജ് വഴി 1ലേക്ക് എത്തുന്നു. എഗെയിൻ E1 വഴി 1ലേക്ക് തന്നെ എത്തുന്നു. സോ നമ്മൾ ആ ലൂപ്പിനെ 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഗ്രാഫ് നോക്കാം. 1ൽ നിന്ന് നമ്മൾ E3 വഴി 2ലേക്ക് എത്തുന്നു. ദെൻ 2ൽ നിന്ന് E2 വഴി 1ലേക്ക് പോകുന്നു. നേരെ തിരിച്ചും നമുക്ക് പറയാം. എന്ത് പറയാം? നേരെ തിരിച്ച് ഇതുപോലെ തന്നെ 1ൽ നിന്ന് E2 വഴി 2ലേക്ക് വരുന്നു. 2ൽ നിന്ന് 1ലേക്ക് E3 വഴി പോകുന്നു. ഓക്കെ, ഇനി എന്ത് പറയാം? ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ൽ നിന്ന് E2 വഴി 2ലേക്ക് വരുന്നു. 2ൽ നിന്ന് E2 വഴി 1ലേക്ക് തന്നെ തിരിച്ചു. ആ സെയിം എഡ്ജിൽ കൂടെ തന്നെ പോകുന്നു. അതുപോലെ തന്നെ 1ൽ നിന്ന് E3 വഴി 2ലേക്ക് വരുന്നു. 2ൽ നിന്ന് E3 വഴി 1ലേക്ക് പോകുന്നു. അടുത്തത് 1ൽ നിന്ന് E4 വഴി 3ലേക്ക് പോകുന്നു. ആ എഡ്ജിൽ കൂടെ തന്നെ തിരിച്ചങ്ങോട്ട് പോകുന്നു. അങ്ങനെ 6 വാക്ക് 1ൽ നിന്ന് 1ലേക്ക് നമുക്ക് കിട്ടുന്നു. ഇനി അടുത്തത് നോക്കുക. B23 എന്ന് പറയുന്ന എൻട്രി. B23 എന്ന് പറയുന്ന എൻട്രി എന്താണ്? 2 ആണ്. അതായത് 2 ലെങ്ത് ഉള്ള 2 വാക്ക് 2ൽ നിന്ന് 3ലേക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രാഫിൽ 2, 3 എന്ന് പറയുന്ന വെർട്ടെക്സുകൾ നോക്കാം. അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് 2 ലെങ്ത്ത് വരുന്ന 2 വാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതേതൊക്കെയാണ്? ഒന്ന് നമുക്ക് 2ൽ നിന്ന് E3 വഴി പോയി 1ലെത്തുന്നു. ദെൻ 1ൽ നിന്ന് E4 വഴി 3ലേക്ക് എത്തുന്നു. ഇതൊരു വാക്ക്. ഇനി 2ൽ നിന്ന് E2 വഴി 1ലേക്ക് എത്തുന്നു. ദെൻ 1ൽ നിന്ന് E4 വഴി 3ലേക്ക് എത്തുന്നു. ഇത് രണ്ടാമത്തെ വാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മെട്രിക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്? സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മെട്രിക്സിലെ ഓരോ എൻട്രീസ് എന്ന് പറയുന്നത് എന്താണ്? VIG അല്ലെങ്കിൽ BIG എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ith വെർട്ടെക്സിൽ നിന്ന്, ഇപ്പോൾ VI എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് VG എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് 2 ലെങ്ത് ഉള്ള ആ എൻട്രി എത്രയാണ്? ഇപ്പോൾ BIG എന്ന് പറയുന്ന എൻട്രി എത്രയാണോ അത്രയ്ക്ക് വാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു തിയറം പോലെ താഴെ കൊടുത്തിട്ടുണ്ട്. ആ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് സിലബസിലില്ല. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് G be a graph with n vertices v1 etc. vn and let A denote the adjacency matrix of G with respect to this listing of the vertices. Let K be any positive integer and let A raised to K denote the matrix multiplication of K copies of A. Then the ijth entry of A raised to K is the number of different VI VJ walks in G of length K. ഇവിടെ പറയുന്നത് ഇതാണ്. A raised to K എന്ന് പറയുന്ന മെട്രിക്സിലെ ijth എൻട്രി എന്ന് പറയുന്നത് VIയിൽ നിന്ന് VJയിലേക്ക് എത്ര ഡിസ്റ്റിങ്ക്റ്റ് K ലെങ്ത് ഉള്ള വാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ നമ്പറാണ് ആ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ K എന്ന് പറയുന്നത് സ്ക്വയർ എടുക്കുമ്പോൾ 2 ലെങ്ത് ഉള്ള എത്ര വാക്ക് ഉണ്ട് നോക്കുന്നു. A³ എടുക്കുമ്പോൾ 3 ലെങ്ത് ഉള്ള എത്ര വാക്ക് ഉണ്ടെന്ന്, A raised to 4 എടുക്കുമ്പോൾ 4 ലെങ്ത് ഉള്ള എത്ര വാക്ക് ഉണ്ടെന്ന്. അങ്ങനെ A raised to K എടുക്കുമ്പോൾ K ലെങ്ത് ഉള്ള VIയിൽ നിന്ന് VJയിലേക്കുള്ള എത്ര ഡിഫറെൻറ്റ് വാക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ നമ്പറാണ് ആ എൻട്രി. ഓക്കെ, അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എങ്ങനെയാണ് എഴുതാമെന്നുള്ളതിന് ആ എക്സാമ്പിൾസൊക്കെ നന്നായി ഒന്ന് നോക്കാം. ആ ഒരു ഡെഫിനിഷൻ മാത്രമേ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, സിലബസിലുള്ളൂ. പ്രൂഫ് ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.